തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പരാജയം ഉറപ്പായ രണ്ട് മുന്നണികളും വലിയ തോതിലുള്ള വർഗീയ പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയാണ്. വർഗീയതയെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ള വ്യാമോഹമാണ് ഇരു മുന്നണികളെയും നയിക്കുന്നത്. നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടി SDPI പരസ്യമായ പിന്തുണ UDFന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ UDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ആരാധനാലയങ്ങൾ തോറും നടന്ന് വ്യാപകമായ വർഗീയ പ്രചാരവേല നടത്തുകയാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണ വേണ്ട എന്ന് പറയാൻ ഇതുവരെ VD സതീശനോ കോൺഗ്രസ് നേതാക്കളോ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇന്നലെ VD സതീശൻ കൽപ്പാത്തിയിലെ പരിപാടി കഴിഞ്ഞ് നേരെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയിരിക്കും. പാലക്കാട്ടെ അതിദാരുണമായ 2 കൊലപാതകങ്ങളിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങൾ VD സതീശനുമായി ചർച്ച നടത്തിയിരിക്കുന്നു. സഞ്ജിത്ത് കൊലക്കേസിലെയും ശ്രീനിവാസൻ കൊലക്കേസിലെയും പ്രതികളുടെ കുടുംബാംഗങ്ങൾ എന്താണ് VD സതീശനുമായി ചർച്ച നടത്തിയത്? എന്ത് സഹായമാണ് അവർ VD സതീശനിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? VD സതീശൻ ഏറ്റവും ചുരുങ്ങിയത് ഇത് ചെയ്യുന്നതിന് മുമ്പ് ശ്രീകണ്ഠനോടെങ്കിലും ചോദിക്കേണ്ടതായിരുന്നു. ശ്രീനിവാസന്റെ പിതാവ് അടിയുറച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. കോൺഗ്രസിൻ്റെ ബൂത്തിലിരിക്കുന്ന ഏജൻ്റായിരുന്നു, പോളിംഗ് ഏജൻ്റായിരുന്നു. വർഷങ്ങളോളം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു കോൺഗ്രസ് പ്രാദേശിക നേതാവിൻ്റെ മകനായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹം RSS BJP ആയിരുന്നെങ്കിലും ശ്രീനിവാസന്റെ പിതാവ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ശ്രീനിവാസനെ PFI കൊല ചെയ്തപ്പോൾ ഷാഫി പറമ്പനോ കോൺഗ്രസിൻ്റെ ഒരു നേതാവുമോ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ഇപ്പോൾ ശ്രീനിവാസന്റെ കൊലയാളികളുടെ ബന്ധുക്കളുമായി എന്താണ് VD സതീശന് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്? ആരാധനാലയങ്ങൾ തോറും നടന്ന് മുസ്ലിം സഹോദരി സഹോദരന്മാരെ വീടുകൾ കയറി കണ്ടും ഭയപ്പെടുത്തുന്ന ഒരു പ്രചാരണമാണ് കോൺഗ്രസ് ഇവിടെ നടത്തുന്നത്. വയനാട് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു MLAയുടെ നേതൃത്വത്തിൽ ഗ്രീൻ സ്ക്വാഡ്, ഗ്രീൻ ആർമി, അങ്ങനെ ഒരു സ്ക്വാഡ് ഇതാദ്യമായിട്ട് കോൺഗ്രസിന് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുക. കോൺഗ്രസിൻ്റെ ഒരു MLAയുടെ നേതൃത്വത്തിലുള്ള ഗ്രീൻ ആർമി പാലക്കാട് വീടുകളിൽ പ്രത്യേകം സ്ക്വാഡുകളായി തിരിഞ്ഞ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുക. VD സതീശൻ പരസ്യമായി PFI നേതാക്കളുമായിട്ട് സംസാരിക്കുന്നു. കൊലയാളികളുടെ കുടുംബാംഗങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നു. മുസ്ലിം സഹോദരി സഹോദരന്മാരെ ഭയപ്പെടുത്തി വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു. വലിയ തോതിലുള്ള സാമുദായിക വർഗീയ പ്രചാരണത്തിനാണ് UDF നേതൃത്വം ഇവിടെ പരിശ്രമിക്കുന്നത്. ഇത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള അവസാനത്തെ അടവാണ്. LDF ആവട്ടെ അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയുമായി PDPയുമായി നേരിട്ട് സഖ്യത്തിലാണ്. അബ്ദുൽ നാസർ മദനിയാണ് കേരളത്തിൽ ഭീകരവാദത്തിന് വിത്തിട്ടതെന്നാണ് P ജയരാജൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. ആ പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട് പ്രചാരണത്തിന് എത്തുന്നുണ്ട്. കേരളത്തിൽ ഭീകരവാദത്തിന് വിത്തിട്ട അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടി പരസ്യ പിന്തുണ LDFന് പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയിട്ട് 10 ദിവസമായി. LDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് PDP പ്രചാരണം നടത്തുന്നത്. അവരും സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ്. UDFും LDFും പരാജയ ഭീതി പൂണ്ട് വർഗീയത ഉപയോഗിക്കുകയാണ്. E ശ്രീധരൻ സാർ മത്സരിച്ച സമയത്തുണ്ടായ അതേ വർഗീയത ഇവിടെ ആളി കത്തിക്കാനാണ് UDF പരിശ്രമിക്കുന്നത്. LDFും അതിൽ നിന്ന് ഭിന്നമായ ഒരു സമീപനം അവർക്കില്ല. VD സതീശൻ നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല നേതാക്കളുമായിട്ടും രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്.
സഞ്ജിത്തിൻ്റെയും ശ്രീനിവാസൻ്റെയും കൊലയാളികളുടെ ബന്ധുക്കളുമായിട്ട് വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് UDF PFI പ്രവർത്തകർ ലഘുലേഖകൾ വിതരണം ചെയ്യും. നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടോന്ന് എനിക്കറിയില്ല. SDPI ഇന്നലെ ഒരു ലഘുലേഖ ആരാധനാലയങ്ങളിലും വീടുകളിലും വിതരണം ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസ് അടിച്ചു കൊടുത്ത ലഘുലേഖയാണ്. കോൺഗ്രസ് അടിച്ചു കൊടുത്ത ലഘുലേഖയാണ് SDPI പ്രവർത്തകർ വീടുകളിലും ആരാധനാലയങ്ങളിലും വിതരണം ചെയ്യുന്നത്. അവർ തൃശ്ശൂർ ആവർത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു പ്രചാരവേലയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കേണ്ട വിഷയമാണ്. ജനങ്ങളെ സാമുദായികമായി ഭിന്നിപ്പിക്കുന്ന, വർഗീയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. പച്ചയായി UDFും LDFും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുകയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുക്കുകയാണ്. ആരാധനാലയങ്ങളും മഹല്ല് കമ്മിറ്റികളും കേന്ദ്രീകരിച്ച് വർഗീയ പ്രചരണങ്ങളും ലഘുലേഖകളും വിതരണം ചെയ്യുകയാണ് രണ്ട് മുന്നണികൾ. ഗ്രീൻ ആർമി നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ്. കോൺഗ്രസ് പാർട്ടി ഒരു MLAയുടെ നേതൃത്വത്തിൽ ഇവിടെ ആളുകളെ സംഘടിപ്പിച്ച് ഗ്രീൻ സ്ക്വാഡുകൾ പ്രത്യേകമായിട്ട് വീടുകൾ കയറുന്നു. കോൺഗ്രസിന് ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഗ്രീൻ സ്ക്വാഡുകളൊക്കെ വീടുകൾ കയറുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ വീടുകളിൽ മാത്രം കയറുന്നു. ബാക്കിയുള്ള ആളുകളൊന്നും ഇവിടെ വോട്ടർമാരല്ലേ? മറ്റ് രണ്ട് സമുദായങ്ങളിൽപ്പെട്ടവർ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പച്ചയായ വർഗീയത പ്രചരിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ ലാഭം കൊയ്യുക, അവസാനത്തെ അടവ് പയറ്റുകയാണ്. ഷാഫി പറമ്പൻ ഇതിന് വലിയ മിടുക്കനാണ്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും അറിയാലോ, ബാലൻ തന്നെ സമ്മതിച്ചു ഞങ്ങളെ മതേതര വോട്ടുകൾ അങ്ങോട്ട് പോയി. ഷാഫി പറമ്പൻ കഴിഞ്ഞ 15 വർഷമായിട്ട് 3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് ഈ അടവ് തന്നെയാണ് ഇവിടെ പയറ്റുന്നത്. മതേതര സമൂഹം, ജനാധിപത്യ വിശ്വാസികൾ ഇത് തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ വർഗീയ പ്രചാരണത്തിനെതിരായിട്ടുള്ള സാമുദായികമായ രീതിയിൽ വോട്ടർമാരെ ഭിന്നിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന പ്രചാരണത്തിനെതിരായിട്ടുള്ള വലിയ ജനവികാരമായിരിക്കും ഇത്തവണ പാലക്കാട് ഉയർന്നു വരുന്നത്. ഞാൻ സതീശനോട് ഒരു ലളിതമായ ചോദ്യം ചോദിക്കുന്നു. താങ്കൾ എപ്പോഴും ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ് എന്ന് പ്രസംഗിക്കുന്ന ആളല്ലേ? നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയല്ലേ SDPI? അവർ പരസ്യമായി താങ്കൾക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച് താങ്കളുടെ ഓഫീസിലിരുന്ന് പ്രചാരണം നടത്തുമ്പോൾ ആ പിന്തുണ വേണോ വേണ്ടയോ? കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയം എന്നല്ലേ പറഞ്ഞത്. PFIയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, SDPIയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം VD സതീശനുണ്ടോ? ഷാഫി പറമ്പനുണ്ടോ? അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ LDFന് ധൈര്യമുണ്ടോ? അപ്പോൾ ഏത് വർഗീയതയെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? നാഴികയ്ക്ക് 40 വട്ടം വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്ന നിങ്ങൾ രണ്ട് മുന്നണികളും യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് പൊതുസമൂഹം ഗൗരവമായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. വഖഫിൻ്റെ വിഷയത്തിലും ഇവർ ഇതേ സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. വഖഫ് ബോർഡ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്, നോട്ടീസ് അയക്കുകയാണ്. LDFനും UDFനും അത് അവസാനിപ്പിക്കണമെന്ന് പറയാനല്ല, അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് മുനമ്പത്തെ ഭൂമി എങ്കിലും തൽക്കാലം അവകാശവാദം ഉന്നയിക്കണമെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ അവർ കാണിച്ചില്ല. ഞങ്ങളെന്തായാലും ഈ വിഷയത്തിൽ വലിയ പ്രചാരണങ്ങളും പ്രക്ഷോഭങ്ങളും കേരളം മുഴുവൻ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്.